ഏറ്റവും ആദരണീയരായ പ്രിയം നിറഞ്ഞ നാട്ടുകാരൻ, മൊബൈൽ നാം ഉപയോഗിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉമ്മയും ഉപ്പയും മുതിർന്നവരും ഗുരുവും ആഭാരവൃന്ദം ജനങ്ങൾ ഇന്ന് മൊബൈലിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് പുതുപ്പറമ്പ് മബൂദ് സഅദ് ദർസിൽ നിന്ന് മൊബൈൽ ഫോൺ അഡിക്ഷൻ പരിഹാര മാർഗം സാധ്യമാണെന്ന വിഷയത്തിൽ പ്രമേയത്തിൽ ത്രൈമാസ ക്യാമ്പയിൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹു ഫതഹാക്കി തരട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അല്ലാഹുവിന്റെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലാണ്. ആ മനോഹരമായ ലക്ഷ്യമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. ഇന്നി ജാഅലു ഫിൽ അർളി ഖലീഫ, ഈ മനോഹരമായ ഭൂമിയിൽ ഞാൻ അല്ലാഹുവിന്റെ ഖലീഫയാണ്, അല്ലാഹുവിന്റെ പ്രതിനിധിയാണെന്ന മനോഹരമായ ബോധം. അതില്ലാത്തതാണ് ഇത്തരം അഡിക്ഷനുകളിലേക്ക് നമ്മൾ പോകുന്നത്. പരിശുദ്ധമായ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറയുന്ന ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യശ്തരി ലഹവൽ ഹദീസ് ലിയുദില്ല സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദ ഹുസുവ ഉലൈക ലഹും അദാബുൻ മുഹീൻ. അല്ലാഹു തആല പറയുകയാണ്, വമിനൻ നാസ്, ജനങ്ങളെ നിങ്ങളിലുണ്ട്, മയ്യശ്തരി ലഹവൽ ഹദീസ്, ഈ ദുനിയാവിൽ വർത്തമാനങ്ങളെ കടം വാങ്ങുന്ന ആളുകളുണ്ട്. എന്തിനാണത്? ലിയുദില്ല സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മാർഗത്തെ ഇല്ലാതാക്കാൻ. ഈ ആയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പാഠം, പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീനിൽ ഇസ്ലാം പോലും നമ്മൾ തെറ്റിപ്പോകാൻ ഇത്തരം അഡിക്ഷനുകൾ കാരണമാകും. അതിനെ പരിഹാസപാത്രമാക്കാൻ ഇത്തരം അഡിക്ഷനുകൾ കാരണമാകും. അതുകൊണ്ട് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൗരവത്തോടുകൂടി ഇത് നമ്മെ നശിപ്പിക്കുമെന്ന ഒരു ബോധമാണ്. രണ്ടാമതായി വേണ്ടത് ക്രമപ്രവൃത്തമായ നിയന്ത്രണമാണ്. 6-ാം നൂറ്റാണ്ടിന്റെ മദീന 3 അഡിക്റ്റ് ആയിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. 1 വിമണാണ്, പെണ്ണാണ്, 2 വാറാണ്, യുദ്ധമാണ്, 3 വൈനാണ്, കള്ളാണ്. 6-ാം നൂറ്റാണ്ടിന് ആഗമനം രസിച്ചിരുന്ന മദ്യപാനം എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടച്ചു നീക്കിയത് 4 ഘട്ടങ്ങളിലൂടെയാണ്. അതിലേക്ക് നോക്കുമ്പോൾ ഇത്തരം ഒരു അഡിക്ഷൻ നമ്മൾ തുടച്ചു മാറ്റേണ്ടത് ഘട്ടങ്ങളിലൂടെയാണ്. ഒരിക്കലും പെട്ടെന്ന് മാറ്റിയെടുക്കൽ ഭൂഷണമല്ല. ഇനി ഞാൻ പള്ളിയിൽ കയറിയാൽ മൊബൈൽ ഉപയോഗിക്കില്ല, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്നിങ്ങനെ മനോഹരമായ തീരുമാനങ്ങൾ എടുക്കണം. മൂന്നാമത്തത് ബദലാനന്ദങ്ങളെ കണ്ടെത്താനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ശേഷം ഈ ദുനിയാവിൽ ഈ ഭൂമോഗോളങ്ങളിൽ അറിവ് കൊണ്ട് പരത്തുന്ന ഒരാളിവ് വരുമേ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ തന്റെ 15-ാം വയസ്സിൽ ഖാദിയായ സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്ന കനകസുന്ദരമായ ഒരു അധ്യാപനം, സമയമെന്ന് പറയുന്നത് അത് വാളിനെ പോലെയാണ്. അതിനെ നീ മുറിച്ചില്ലെങ്കിൽ അത് നിന്നെ മുറിക്കുന്നതാണ്. ഈ മൊബൈൽ ഫോണുള്ള സാധനങ്ങളിൽ നമ്മൾ കുത്തിയിരിക്കും ഒരുപാട് സമയം നമ്മളിൽ നിന്ന് വേസ്റ്റായി പോവുകയാണ്. അതുകൊണ്ട് ബദലാനന്ദങ്ങളെ കാണാൻ സാധിക്കണം. ഒന്നാമതായി നല്ല കൂട്ടുകാർ, നല്ല വായന, നല്ല യാത്രകൾ, അങ്ങനെ ഒത്തിരി. നാലാമത്തത് ഇതുപയോഗിക്കാൻ സാധിക്കുന്ന നല്ല റോൾ മോഡലുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. പലപ്പോഴും ഓരോ ഉപ്പയും ഉമ്മയും പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്റെ മക്കളെപ്പോഴും മൊബൈൽ ഫോണിലാണ്, എന്റെ മകളെപ്പോഴും മൊബൈൽ ഫോണിലാണ് എന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതേ നമ്മൾ മൊബൈൽ ഫോണിൽ കുത്തിയിരുന്ന് കളിക്കുന്നത് നമ്മുടെ മക്കളും കാണുന്നുണ്ട് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞ മനോഹരമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ മുത്തഖീങ്ങളാകുന്ന ഞങ്ങളെ മക്കൾക്ക് ഇമാമത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്നാണ്. എന്താണ് ഇമാമിന്റെ അർത്ഥം? ഇമാം എന്ന് പറഞ്ഞാൽ മാതൃകാ യോഗ്യനാവുക, മുന്നിൽ നടക്കാൻ സാധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ മുന്നിൽ നടന്ന് മാതൃകയാകാൻ നമുക്ക് രക്ഷിതാക്കൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊബൈൽ അഡിക്ഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് യുവതലമുറയെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരാമം കുറിക്കുകയാണ്. വാഹി ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.